സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. പത്രികാ സമർപ്പണത്തിനുള്ള ദിവസം തിങ്കളാഴ്ച അവസാനിക്കുകയാണ്. അതിനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ. ഏപ്രിൽ 9-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. മെയ് 4-ന് ഫലപ്രഖ്യാപനമുണ്ടാകും. മൂന്ന് മുന്നണികളും ശക്തമായ പ്രചരണ പരിപാടികളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിൽ UDF 140 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് മികച്ച പ്രവർത്തനവുമായിട്ട് ഒരു പിടി മുന്നിൽ, എതിരാളികളെക്കാൾ ബഹുദൂരം മുന്നിലായി പ്രചരണത്തിൽ അങ്ങനെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. LDF-നും അതിൽ CPM-നും ഒപ്പം തന്നെ NDA-യിലെ BJP-ക്കും ഇപ്പോഴും പല മണ്ഡലങ്ങളിലും സ്വന്തം സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തായാലും ഇത്തവണ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ ഭരണസിരാകേന്ദ്രമായ തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിലെയും മത്സരഫലം വളരെ നിർണായകമാണ്. UDF-നെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം, അത് കോവളമാണ്. എന്നാൽ ഇത്തവണ ഏതാണ്ട് 8 മുതൽ 10 വരെ സീറ്റുകൾ UDF-ന് ജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. 2 മാസം മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും അതിന്റെ കണക്കുകളും ഇത്തരം ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. അതിലൊന്നാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം. മുൻപ് അതായത് 2011 വരെ തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലമായിരുന്നു. അത് പിന്നീട് ഡീലിമിറ്റേഷനു ശേഷം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അവിടെ ഇത്തവണ കോൺഗ്രസ് UDF തങ്ങളുടെ ഘടകകക്ഷിയായിട്ടുള്ള CMP-ക്കാണ് ആ സീറ്റ് കൊടുത്തിരിക്കുന്നത്. CMP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള CP ജോൺ അവിടെ മത്സരിക്കാനായിട്ട് രംഗത്തിറങ്ങുകയാണ്. അദ്ദേഹം ഒരാഴ്ച മുൻപ് തന്നെ അവിടെ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. LDF-ഉം BJP-യും ഇന്നലെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമുണ്ടാകുന്നത് തന്നെ. LDF സിനിമാ നടനും ഇടതുപക്ഷ അനുഭാവമുള്ള വ്യക്തിയും കൂടിയായിട്ടുള്ള സുധീർ കരമനയെയാണ് അവിടെ അവസാന നിമിഷം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. BJP അവരുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കരമന ജയനെയും സ്ഥാനാർത്ഥിയായിട്ട് അവസാന നിമിഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ തന്നെ ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം സെൻട്രൽ. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. UDF-ന് ഒരു ഈസി വാക്ക് ഓവർ അവിടെ ലഭിക്കുന്ന സാഹചര്യമാണിപ്പോൾ സംജാതമായിരിക്കുന്നത്. CP ജോൺ അവിടെ വിജയം ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2001 മുതലുള്ള ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 2001-ലും 2006-ലും തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലമായിരുന്നു. 2001-ൽ UDF-ലെ CMP തന്നെയാണ് അവിടെ മത്സരിച്ചത്. CMP-യുടെ അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമൊക്കെയായിരുന്ന MV രാഘവനാണ് അവിടെ മത്സരിച്ചത്. അദ്ദേഹം അന്ന് 8000-ലധികം വോട്ടുകൾക്ക് അവിടെ വിജയിക്കുന്നു. ആന്റണി രാജുവിനെയാണെന്ന് MV രാഘവൻ പരാജയപ്പെടുത്തിയത്. 2006-ലേക്ക് വരുമ്പോൾ അന്ന് ഇടത് തരംഗം ആഞ്ഞടിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അന്ന് ആ മണ്ഡലം അവിടെ കൈവിട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അവിടെ കേരള കോൺഗ്രസിലെ V സുരേന്ദ്രൻ പിള്ള 13,000-ൽ പരം വോട്ടുകൾക്ക് വിജയിക്കുന്നു. എന്നാൽ 2011-ലേക്ക് വരുമ്പോൾ മണ്ഡലം മാറുന്നു. പുനർനിർണയത്തിന് ശേഷം അത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലമായിട്ട് മാറുകയാണ്. ആ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം രൂപീകൃതമായ 2011 മുതൽ നോക്കുകയാണെങ്കിൽ അവിടെ UDF-ന്റെ ഒരു അപ്രമാദിത്വം നമുക്ക് കാണാൻ കഴിയും. 2011-ലും 2016-ലും UDF-ന് വേണ്ടിയിട്ട് അവിടെ കോൺഗ്രസ് ആണ് മത്സരരംഗത്തിറങ്ങിയത്. കോൺഗ്രസിന്റെ VS ശിവകുമാർ തുടർച്ചയായ 2 തവണയും അവിടെ ഉജ്ജ്വല വിജയമാണ് നേടിയത്. 2011-ൽ ഏതാണ്ട് 5000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയപ്പോൾ 2016-ൽ അത് 10,000-ലധികമായിട്ട് ഉയർത്താനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ 2021-ൽ VS ശിവകുമാറിനെ ആന്റണി രാജു തോൽപ്പിച്ചുകൊണ്ട് അവിടെ 7000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചുകൊണ്ട് ആ മണ്ഡലം തിരിച്ചുപിടിച്ചു. എന്നാൽ 2026-ലേക്ക് എത്തുമ്പോൾ അവിടെ LDF-നെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയം വളരെ കുഴഞ്ഞു മറിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. തൊണ്ടി മുതൽ മോഷണ കേസിൽ സിറ്റിംഗ് MLA-യും മുൻ മന്ത്രിയുമായിരുന്ന, അതായത് പിണറായി വിജയൻ മന്ത്രിസഭയിൽ ആദ്യത്തെ 2.5 വർഷം ഗതാഗത മന്ത്രിയുമായിരുന്ന ആന്റണി രാജുവിനെ കോടതി ശിക്ഷിച്ചതോടുകൂടി അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം പോയി. മാത്രമല്ല 6 വർഷത്തേക്ക് അദ്ദേഹത്തിന് മത്സരത്തിനുള്ള അയോഗ്യതയും ലഭിച്ചു. അങ്ങനെ സിറ്റിംഗ് MLA-യെ മത്സരത്തിന് ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ LDF-ന് സംജാതമായി. സീറ്റ് അവർ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ്. അവിടെ ജനാധിപത്യ കേരള കോൺഗ്രസിന് സ്വന്തം നിലയ്ക്ക് പാർട്ടിയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ആന്റണി രാജു കഴിഞ്ഞാൽ ആന്റണി രാജുവിനപ്പുറം അവിടെ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ആ പാർട്ടിക്കുള്ളത്. ഒറ്റയാൾ പാർട്ടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. CPM ജനാധിപത്യ കേരള കോൺഗ്രസിനോട് ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ പറഞ്ഞു. പക്ഷേ അവർക്ക് അതിന് കഴിഞ്ഞില്ല. CPM വലിയ പ്രതിസന്ധിയിലായി.
അതിനിടയിലാണ് LDFിലെ ഘടകകക്ഷിയായിട്ടുള്ള RJDയിൽ നിന്നും അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വി സുരേന്ദ്രൻപിള്ള, മുൻ 2006 MLAയും മന്ത്രിയും ഒക്കെയായിരുന്നു വി സുരേന്ദ്രൻപിള്ള RJD വിട്ടുകൊണ്ട് വരുന്നത്. അദ്ദേഹത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം CPM നോക്കിയെങ്കിലും അത് നടന്നില്ല. മറുവശത്ത് BJPക്കും അവിടെ സ്ഥാനാർത്ഥി നിർണയം വലിയൊരു കീറാമുട്ടിയായിട്ട് മാറി. അവർ 2016-ലും 2021-ലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചൊരു മണ്ഡലമാണ്. 2016-ൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം കൂടിയായിട്ടുള്ള ശ്രീശാന്തിനെയാണ് BJP അവിടെ രംഗത്തിറക്കിയത്. ശ്രീശാന്ത് 34,700-ലധികം വോട്ടുകൾ അവിടെ നേടി. 2021-ൽ സിനിമാ നടൻ കൂടിയായിട്ടുള്ള G കൃഷ്ണകുമാറിനെ രംഗത്തിറക്കി. അദ്ദേഹവും 34,000-ലധികം വോട്ടുകൾ ശ്രീശാന്ത് പിടിച്ചതിനെക്കാട്ടിലും ഏതാണ്ട് 200ഓളം വോട്ടുകൾ അധികം കൃഷ്ണകുമാറിന് നേടാൻ കഴിഞ്ഞു. എങ്കിൽ പോലും 35,000 തികച്ചു പിടിക്കാൻ സാധിച്ചതുമില്ല. അത്തരത്തിൽ വലിയൊരു മുന്നേറ്റം അവർക്ക് നടത്താൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ്. 3-ാം സ്ഥാനത്താണ് അവരുള്ളത്. അത്തരത്തിൽ 3-ാം സ്ഥാനത്തെത്തിയ മികച്ച പ്രകടനം കാഴ്ചവെച്ച BJPക്കും വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം BJPയും CPM ഒക്കെ തന്നെ നോക്കിയിരുന്നത് UDFിലെ ഒരു പടലപ്പിണക്കമാണ്. UDFിൽ സീറ്റ് CMPക്ക് കൊടുത്തതോടുകൂടി കോൺഗ്രസിൽ നിന്നും ഒരുപക്ഷെ VS ശിവകുമാർ അവിടെ മത്സരത്തിനായിട്ട് സന്നദ്ധനായിരുന്നതാണ്. അദ്ദേഹം സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ഒരുപക്ഷെ പാർട്ടി വിടും, അങ്ങനെയെങ്കിൽ ശിവകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ള കണക്കുകൂട്ടലൊക്കെ തന്നെ BJPക്കും CPMനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ വൃഥാവിലാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശിവകുമാറിനെ അരുവിക്കരയിൽ കൊടുത്തു. യാതൊരു പൊട്ടലുമില്ലാതെ തന്നെ ആ സീറ്റ് CMPക്ക് UDFിന് കൊടുക്കാൻ കഴിഞ്ഞു. അതോടുകൂടി BJPയും CPMും ഒരു വിട്ടിലാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ അവർക്ക് സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായി മാറി. ഏറ്റവും ഒടുവിൽ CPM ആരെയും കിട്ടാതെ വന്നപ്പോൾ ഇടത് സഹയാത്രികൻ കൂടിയായിട്ടുള്ള സുധീർ കരമനെ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് അവർക്ക് ആ ഒരു ഗതികേടിലേക്ക് അവരെത്തി. സ്വന്തം നിലയിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് CPM അവിടെ അധപ്പതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. BJP സംബന്ധിച്ച് അവർക്ക് സ്വന്തം ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരുടെ സിറ്റി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കരമന ജയനെ അവിടെ രംഗത്തിറക്കുന്നു. പക്ഷേ BJP കഴിഞ്ഞ 2 തവണയും മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും 3-ാം സ്ഥാനത്ത് മാത്രമേ അവർക്ക് എത്താൻ കഴിയുന്നുള്ളൂ. 35,000 വോട്ടാണ് അവർക്ക് പരമാവധി, അതിനകത്താണ് അവർക്ക് ലഭിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്ക് വോട്ട് ഉയർത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2 തവണയായിട്ടും കഴിഞ്ഞിട്ടില്ല. എന്നാൽ UDFിനെ സംബന്ധിച്ച് അവിടെ ഏതാണ്ട് 40 മുതൽ 45% വരെ വോട്ടുകൾ UDF നേടുന്ന ഒരു മണ്ഡലമാണ് അവിടെ. 2-ാം സ്ഥാനത്ത് തുടർച്ചയായിട്ട് LDF ആണ് അവിടെ വരുന്നത്. എന്നാൽ ഇത്തവണ സുധീർ കരമനയെ പോലൊരു സ്ഥാനാർത്ഥിക്ക് അധികം രാഷ്ട്രീയ പശ്ചാത്തലമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി അവിടെ രംഗത്തിറക്കിയതോടുകൂടി അവിടെ UDFിൻ്റെ ഒരു ഏകപക്ഷീയ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ CPMനെ LDFിനെ മറികടന്നുകൊണ്ട് BJP അവിടെ ഇത്തവണ 2-ാം സ്ഥാനത്ത് വരാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്രയ്ക്കും ദുർബലമായ ഒരു സ്ഥാനാർത്ഥി, അത്രയ്ക്കും ഒരു മോശം ഒരു പോരാട്ടത്തിന് LDF അവിടെ ഇത്തവണ തയ്യാറെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, മെയ് 4-ന് റിസൾട്ട് എണ്ണുമ്പോൾ ഒരുപക്ഷെ ആദ്യത്തെ UDFിൻ്റെ MLAമാരുടെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് വരാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് CMPയുടെ CP ജോൺ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. CP ജോൺ തൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് ഇറങ്ങുന്നത്. അദ്ദേഹത്തിന് ഒരു ഷുവർ സീറ്റ് കൊടുക്കണമെന്നുള്ളത് UDFിലെ ആവശ്യമായിരുന്നു, കോൺഗ്രസിൻ്റെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം സെൻട്രലിൽ മുൻപ് 2001-ൽ MP രാഘവൻ മത്സരിച്ച് വിജയിച്ച ആ സീറ്റിൽ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അവിടെ UDF ഒരു ഏകപക്ഷീയ മുന്നേറ്റം നടത്തുന്നു. മെയ് 4-ന് റിസൾട്ട് വരുന്നതിന് മുൻപായിട്ട് തന്നെ UDF അവിടെ വിജയം സുനിശ്ചിതമാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. LDF അവിടെ ചിത്രത്തിലെ ഇല്ലാത്ത ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. BJP അവിടെ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിക്കൊണ്ട് ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ പോലും അവർക്ക് 2-ാം സ്ഥാനത്തിന് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. ഉജ്ജ്വല ഭൂരിപക്ഷത്തോടു കൂടി തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം UDF ഇത്തവണ തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDFിൻ്റെ 100-ലധികം സീറ്റുകളുമായിട്ട് UDF അധികാരത്തിലേക്ക് എത്തുമ്പോൾ UDFിന് ആദ്യം ഉറപ്പിക്കാൻ കഴിയുന്ന സീറ്റുകളിലൊന്നായിട്ട് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം മാറിയിരിക്കുകയാണ്. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ സംജാതമായിട്ടുണ്ട്. നിലവിലെ സിറ്റിംഗ് MLA ആയിരുന്ന ആന്റണി രാജുവിനെതിരായിട്ടുള്ള വലിയൊരു വികാരം, അദ്ദേഹം ഇത്തരത്തിലൊരു കേസിൽ ഉൾപ്പെട്ട് നാണം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് വലിയ രീതിയിൽ അവിടെ അലയടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, ഭരണവിരുദ്ധ വികാരം, കഴിഞ്ഞ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കും. അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ജില്ലകളിലൊന്നാണ് തിരുവനന്തപുരം. ഭരണസിരാകേന്ദ്രമായ ജില്ലയാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ അത് വലിയ ഒരു അനുകൂലമായ ഘടകമായിട്ട് UDFിന് മാറുകയും ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ UDF വിജയിക്കുന്ന 1-ാമത്തെ മണ്ഡലമായിട്ട് തിരുവനന്തപുരം സെൻട്രൽ മാറുന്നു.
മത്സരഫലം വരുന്നതിന് മുൻപേ UDFന്റെ MLA-മാരുടെ ലിസ്റ്റിൽ പെടുത്താവുന്ന ആദ്യത്തെ വ്യക്തിയായിട്ട് CP ജോൺ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.